നമസ്കാരം. മലയാള സിനിമയിൽ അധോലോക നായകന്മാരുടെ സമ്പൂർണ്ണ കാലഘട്ടത്തിന് തുടക്കമിട്ട വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തിൻ്റെ തുടക്കം കൃത്യമായ ചില തിയേറ്റർ സമവാക്യങ്ങളിൽ നിന്നല്ല രൂപപ്പെട്ടത്. ഡെന്നീസ് ജോസഫിൻ്റെ തൂലികയിൽ വിരിഞ്ഞ ശ്യാമ തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ചു നിൽക്കുന്ന സമയം, ശാന്തവും സമാധാനവുമുള്ള സിനിമകളിൽ നിന്ന് മാറി വേഗതയുള്ള കൊമേഴ്സ്യൽ സിനിമകളിലേക്ക് ഇൻഡസ്ട്രി വഴിമാറുന്ന നാളുകൾ. ആ സമയത്താണ് തുടർച്ചയായ പരാജയങ്ങളുടെ കയത്തിൽ വീണ് പ്രതിസന്ധിയിലായ തമ്പി കണ്ണന്താനം ഒരു പിടിവള്ളിക്കായി ഡെന്നീസ് ജോസഫിനെ സമീപിക്കുന്നത്. അങ്ങനെ കരിയറിൻ്റെ ചതുരംഗക്കളത്തിൽ തോറ്റുപോയ ഒരു സംവിധായകൻ്റെ അതിജീവനത്തിൻ്റെ പോരാട്ടമായി ആവിഷ്കരിക്കപ്പെട്ട ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ. തമ്പിക്ക് തൻ്റെ പ്രൊഫഷൻ നിലനിർത്താൻ ഒരു മികച്ച സിനിമ അത്യാവശ്യമായിരുന്നു. ഡെന്നീസ് ജോസഫ് ഈ വിഷയം മാസ്റ്റർ ഡയറക്ടർ ജോഷിയുമായി പങ്കുവച്ചു. തൻ്റെ പ്രിയപ്പെട്ട തമ്പിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ജോഷിയും ആവശ്യപ്പെട്ടു. പ്രമുഖരായ പല നടീനടന്മാരും സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനികൾ നടത്തി കൊമേഴ്സ്യൽ സിനിമകൾ ഭരിച്ചിരുന്ന കാലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. 1958 മധുമതി പോലെ ഒരു കഥയായിരുന്നു ഡെന്നീസ് ജോസഫ് തമ്പിക്ക് വേണ്ടി ആദ്യം ആലോചിച്ചത്. പക്ഷേ 1975 പിക്നിക് എന്ന ശശികുമാർ ചിത്രത്തിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്ത പരിചയത്തിൽ അത്തരമൊരു വിഷയം മതിയെന്ന് തമ്പി കണ്ണന്താനം അഭിപ്രായപ്പെട്ടു. അങ്ങനെയെങ്കിൽ നായകൻ തന്നെ പ്രതിനായകനാകുന്ന ഒരു കഥ ആലോചിച്ചാലോ എന്നായി ഡെന്നീസ് ജോസഫ്. ആ ഒരു ത്രെഡ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ നായകൻ തന്നെ പ്രതിനായകനായാൽ എത്ര കണ്ട് തിയേറ്ററുകളിൽ സിനിമ വിജയിക്കുമെന്ന് ഡെന്നീസ് ജോസഫിന് വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ തമ്പി കണ്ണന്താനം പിന്നോട്ട് പോയില്ല. പ്രധാന കഥാപാത്രമായ അധോലോക നായകനായി ഡെന്നീസ് നിർദ്ദേശിച്ചത് മമ്മൂട്ടിയായിരുന്നു. കഥ വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിലും തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ തമ്പിയുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വിസമ്മതിച്ചു. പല കാരണങ്ങൾ പറഞ്ഞ് മമ്മൂട്ടി ഒഴിഞ്ഞുമാറി. ഡെന്നീസ് ജോസഫ് പലതും പറഞ്ഞ് മമ്മൂട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും മമ്മൂട്ടി പക്ഷേ ആ സിനിമ ചെയ്യാൻ തയ്യാറായില്ല. ഇനി ഫ്രീ ആയി അഭിനയിക്കാമെന്ന് പറഞ്ഞാലും മമ്മൂട്ടി വേണ്ടെന്ന് തമ്പിയും തീർത്തു പറഞ്ഞു. അങ്ങനെ കരിയിലക്കാറ്റ് പോലെ എന്ന പത്മരാജന്റെ സെറ്റിലെത്തി ഇരുവരും മോഹൻലാലിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. കഥ പോലും കേൾക്കാതെ അദ്ദേഹം സമ്മതമറിയിച്ചു. അങ്ങനെയാണ് മോഹൻലാൽ വിൻസെന്റ് ഗോമസായി എത്തുന്നത്. മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടെഴുതിയ സ്ക്രിപ്റ്റ് പിന്നീട് മോഹൻലാലിന്റെ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടു. വിൻസെന്റ് ഗോമസിന്റെ വലം കൈയായി വരുന്ന കഥാപാത്രത്തിന് വേണ്ടി തമ്പി കണ്ണന്താനം കുറച്ച് പേരുകൾ നിർദ്ദേശിച്ചു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെല്ലാം ആ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. തുടർന്ന് ഡെന്നീസ് ജോസഫ് ആ കഥാപാത്രത്തെ രണ്ടായി വിഭജിച്ചു. അതിലൊന്നിൽ KG ജോർജിന്റെ ബന്ധുവായ മോഹൻ ജോസിനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ ആളിനായി ഒരു പുതുമുഖത്തെയാണ് ആലോചിച്ചത്. 1985 ഇറങ്ങിയ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ സുരേഷ് ഗോപിയുടെ ചില സ്റ്റില്ലുകൾ ഗായത്രി അശോകൻ ഡെന്നീസ് ജോസഫിന് അയച്ചു കൊടുത്തു. അത് കണ്ട് സുരേഷ് ഗോപിയെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച ശേഷം കുമാറിന്റെ കഥാപാത്രം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രധാന വേഷമായിരുന്നു ഇത്. നിർമ്മാതാവ് സംവിധായകൻ തന്നെ ആയതിനാൽ വളരെ ചിലവ് ചുരുക്കിയാണ് ചിത്രം പ്ലാൻ ചെയ്തത്. നിർമ്മാണ ചെലവുകൾക്കായി തമ്പി തന്റെ റബ്ബർ തോട്ടവും ഫിയറ്റ് കാറും വരെ വിറ്റു. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എന്നാൽ അതിഗംഭീരമായി തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് വിൻസെന്റ് ഗോമസിന്റെ അന്ത്യം ചിത്രീകരിക്കുന്നത്. റിലീസ് ചെയ്ത് ആദ്യത്തെ 2 ദിവസം വലിയ തിരക്കില്ലാതെ കടന്നുപോയി. സിനിമ കണ്ട് ത്രില്ലടിച്ചിരുന്ന പലരും നായകന്റെ അന്ത്യം കാണാൻ വയ്യാതെ തിയേറ്റർ വിട്ട് പുറത്തു പോയിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സിനിമ സൂപ്പർ ഹിറ്റായി മാറി. തമ്പി കണ്ണന്താനത്തിൻ്റെയും മോഹൻലാലിൻ്റെയും കരിയറിനെ തന്നെ മാറ്റിമറിച്ചു ഈ ചിത്രം. ഡെന്നീസ് ജോസഫ് രചന നിർവഹിച്ച് തമ്പി കണ്ണന്താനം നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് 1986 ജൂലൈ 16 റിലീസ് ചെയ്ത മോഹൻലാലിൻ്റെ 132 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം രാജാവിൻ്റെ മകൻ.